അങ്ങനെ നമ്മുടെ ഗോമാതാവ് ഒരു വനിതാ നേതാവിനെ കുത്തി. ഗോമാതാവിന് ഇത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്. കാരണം ഗോമാതാവിനെ എല്ലാ ത്യാഗവും സഹിച്ച് സംരക്ഷിച്ച് അത് ഇറച്ചിയാക്കുന്നു എന്ന് പറയുന്നവരെ തല്ലിക്കൊന്ന് അവരുടെ കെട്ടിടങ്ങൾ ഇടിച്ചു കളഞ്ഞ് കൊഞ്ചിച്ചും ചെല്ലം പറഞ്ഞും ഒക്കെ വളർത്തുന്നതുകൊണ്ട് ഇച്ചിരി കൂടുന്നുണ്ട്. സംഭവം നടന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ ബുധനാഴ്ച രാവിലെ ഈ BJPയുടെ വനിതാ നേതാവിനെ നമ്മുടെ ഗോമാതാവ് കുത്തി എന്ന് വെച്ചാൽ ഒരു ദയയുമില്ലാതെ കുത്തി. കിഴക്കൻ ഡൽഹിയിലെ മണ്ടാവലി വാർഡിൽ നിന്നുള്ള BJP കൗൺസിലറായ ചന്ദന എന്ന് പറയുന്ന വനിതാ നേതാവാണ്, കൗൺസിലറാണ് ഈ ഗോമാതാവിൻ്റെ കുത്തേറ്റത്. രാവിലെ തൊട്ടടുത്തുള്ള ഒരമ്പലത്തിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോഴാണ് സാക്ഷാൽ കലിപൂണ്ട ഗോമാതാവ് പാഞ്ഞടുത്ത് ആ വന്ന വാഹനത്തിൽ ഒരു 2 വീലറിലാണ് വന്നത്. അതിൽ കുത്തി മറിച്ച് ശരീരത്തും അതുപോലെ തന്നെ ദേഹമാസകലവും പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുകയാണ്. അപകടങ്ങളെ നമ്മൾ ഒരിക്കലും പരിഹസിച്ചുകൂടാ. പക്ഷേ മനുഷ്യരെ എത്രയോ പേരെയാണ് ഇതിൻ്റെ പേരിൽ, ഇതൊരു മൃഗമാണ്, ഈ പ്രകൃതിയിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, ആ മൃഗങ്ങളെ പല രൂപത്തിലും ഭാവത്തിലും പലരും പലതിനും ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി കൊല്ലുന്നുണ്ട്. എലിയെ പൂജിക്കുന്നവരുണ്ട്, എലി ഒരു വാഹനമാണ്, അങ്ങനെ പലതും, മയിലുണ്ട്, പല സംഗതികളുമുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം അമിതമായാൽ അത് മനുഷ്യജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും, ജനങ്ങൾ പട്ടിണിയിലാവും എന്നൊക്കെ പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പോഴാണ് ഈ ഗോമാതാവിൻ്റെ കുറുമ്പ് കൂടുന്നത്. ഗോമാതാവ് ഇപ്പം മാത്രമല്ല, 2022 ഗുജറാത്തിലെ മെഹ്സാനയിൽ വെച്ച് ഘർ ഘർ തിരംഗ് റാലി നടക്കുമ്പോൾ അവിടുത്തെ മുൻ ഉപമുഖ്യമന്ത്രിയായ നിതിൻ പട്ടേലിനെ ഒരു ഗോമാതാവ് ഓടിച്ചിട്ട് കുത്തിത്തള്ളി താഴെയിട്ടു. അന്ന് അസ്ഥിഭ്രംശമേ വന്നുള്ളൂ, വേറൊന്നും സംഭവിച്ചില്ല. 2018 ലീലാധർ വഗേല എന്ന് പറയുന്ന ഒരു MP, മുൻ BJP MP ആണവർ. ഗുജറാത്തിലെ പഠാൻ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച അവരെ വീടിന് സമീപത്ത് വെച്ച് നടക്കാനിറങ്ങിയപ്പോൾ ഒരു ഗോമാതാവ് ആഞ്ഞു കുത്തുകയും ഈ ഇരുഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗത്തിലെ കശേരുക്കൾക്ക് നേരിയ ക്ഷതം സംഭവിക്കുകയും അത് തീപ്പെട്ടിക്കമ്പ് മാതിരി ഒടിഞ്ഞു മാറുകയും അതിനെ IC യൂണിറ്റിൽ കിടത്തി വളരെ ഗുരുതരാവസ്ഥയിൽ നിന്നാണ് പുള്ളിയെ രക്ഷപ്പെടുത്തി ഇങ്ങനെ എത്തിച്ചത്. 2021 ജഗത്യാബെൻ പഥക് എന്ന് പറയുന്ന BJPയുടെ ഒരു വനിതാ നേതാവിനെ, അതും 2021 ഡിസംബറിൽ ഓഫീസിൽ നിന്ന് മടങ്ങുന്നത് വഴി ഒരു കൂട്ടം ഗോമാതാക്കളാണ് അന്ന് വന്ന് ഇടിച്ച് തള്ളി താഴെയിട്ട് തല പൊട്ടി അബോധാവസ്ഥയിലായി ദിവസങ്ങളോളം കിടക്കേണ്ടി വന്നു. ഇവരൊക്കെ നേതാക്കളായതുകൊണ്ടാണ് നമ്മൾ പരതിയാൽ വാർത്ത കിട്ടുന്നത്. സാധാരണക്കാരനെ ഇതുപോലെ കുത്തിമറിച്ചാൽ ഈ പറഞ്ഞതുപോലെ അവൻ തടവി തൂത്തങ്ങ് പോകും. എത്ര പേരായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ തെരുവ് പട്ടികളെ കൊല്ലാൻ വേണ്ടി ആളുകൾ രംഗത്തിറങ്ങുന്നില്ലേ, സ്കൂട്ടറിൽ പോകുമ്പോൾ കുത്തിയിടുന്നു മറിച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ദൈവമാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇറങ്ങിയാൽ എന്തു ചെയ്യും? ഏതായാലും അങ്ങനെ ഗോമാതാവ് കുത്തിയ വാർത്ത നമ്മുടെ കോൺഗ്രസിൻ്റെ ജിൻഡോ ജോണിനെ പോലെയുള്ളവർ പരിഹസിച്ച് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാനെന്തായാലും പരിഹസിക്കുന്നില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഡൽഹിയിലേക്കൊക്കെ പോകുന്നതാണ്. അവിടെ വെച്ചെങ്ങാണം ഇതറിയുന്ന ഗോമാതാവ് എന്നെയും തള്ളിയിട്ട് എൻ്റെ കശേരുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നോർത്ത് ദയാപൂർവം ക്ഷമിച്ചിരിക്കുകയാണ് ഞാൻ.